ആസാമിൽ നിന്ന് ബംഗ്ലാദേശികളെ ചവിട്ടിപ്പുറത്താക്കാൻ എപ്പോഴും വലിയ രീതിയിൽ നീക്കം നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ഒരുപക്ഷെ നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ തരംഗം അലയടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴും ഒരു വമ്പൻ നീക്കവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ആധാർ എൻറോൾമെന്റ് വെരിഫിക്കേഷനുള്ള കർശന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടികൾക്കായി അസാം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആസാം മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ആധാർ എൻറോൾമെന്റിനായി NRCയുടെ രസീത് നിർബന്ധമായും കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അദ്ദേഹം പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആസാമിൽ ഗണ്യമായ മുസ്ലിം ജനസംഖ്യ ഉള്ളിടത്ത് ആധാർ ഉടമകളുടെ എണ്ണം ജനസംഖ്യയേക്കാൾ കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതായത് മുസ്ലിം ജനസംഖ്യയുള്ള സ്ഥലങ്ങളിൽ ആധാർ കാർഡ് ഉടമകളുടെ എണ്ണം, ആധാറുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഇത് ദേശീയ സുരക്ഷയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു നീക്കമാണ് അദ്ദേഹം അവിടെ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അങ്ങനെ NRCയുടെ അപേക്ഷാ രസീത് നിർബന്ധമായും സമർപ്പിക്കാത്തവരുടെ അപേക്ഷകൾ വലിയ രീതിയിൽ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സംശയാസ്പദമായിട്ടുള്ള പൗരന്മാർക്ക് UID ലഭിക്കുന്നത് തടയാൻ ഇത്തരത്തിലുള്ള നീക്കം വലിയ രീതിയിൽ സഹായിക്കും എന്നാണ് ആസാം സർക്കാർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ഥിര താമസമുള്ള ആസാമിൽ നിയമിതരായിട്ടുള്ള കേന്ദ്ര ജീവനക്കാർക്ക് ഇത് നിർബന്ധമാക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഗണ്യമായ മുസ്ലിം ജനസംഖ്യ ഉള്ളിടത്ത് കർശന പരിശോധന പ്രക്രിയ തുടങ്ങിയതായും അദ്ദേഹം പറയുന്നു. നിലവിൽ ബാർപെട്ടയിൽ ആധാർ കാർഡ് ഉടമകൾ ജനസംഖ്യയുടെ 103.74% ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ദുബ്രിയിൽ 103.48%, മൊറിഗാവിൽ 101.76%, നാഗോണിൽ 100.86% എന്നിങ്ങനെ സംശയപ്പെടുന്ന വിദേശ പൗരന്മാർക്ക് കാർഡുകൾ വാങ്ങാൻ സാധിച്ചേക്കുമെന്ന ആശങ്ക ഉയർത്തുന്നതായിട്ടുള്ള ഔദ്യോഗിക കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഇടപെടുന്നു. മുസ്ലിം ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം കർശനമായിട്ടുള്ള പരിശോധന നടത്താനായി തീരുമാനിച്ചിരിക്കുന്നു. ഇനി മുതൽ ഡൽഹിയിൽ ആധാർ എൻറോൾമെന്റിന് വരുന്നവർ നിർബന്ധമായും NRCയുടെ രസീത് കൊണ്ടുവരണം. ഇല്ലാത്തവർ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് തന്നെ പുറത്താകുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.